യെസ്. സോ വിജയത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്, വിജയത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വിജയത്തിന്റെ ചിത്രത്തിന്റെ നായകൻ എവിടെ പോയി? അത് നായകന് പോലും ചിലപ്പോൾ അറിയാൻ തോന്നുന്നു എവിടെയാണെന്നല്ലേ. മധുസൂദനൻ പോറ്റിക്ക് കടുമൺ പോറ്റിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടോ? കാണേണ്ട രീതി കണ്ടാൽ ഞാൻ അങ്ങനെ വേണമെങ്കിൽ ഒരു ബന്ധം കൊടുക്കാം. മൊത്തം ഇവിടുന്ന് അങ്ങോട്ടുള്ള ജേണി, ഒരു 5 years ജേണി ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട്. അത് മൊത്തം ഒരു പോസ്റ്റർ ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ പോസ്റ്ററിൽ അരുൺ അജിത് കുമാർ എഴുതുന്ന വരികൾ ഇപ്രകാരമായിരിക്കും. എന്തായിരിക്കും? അതെ 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 ഇത് ഞാൻ കണ്ടൊരു ചിരിച്ചു. ഇത് ലൈവ് നമുക്ക് തന്നെ തോന്നിപ്പോയൊരു കോമഡി ആയിരുന്നു. DSR കഴിഞ്ഞ സമയത്ത് ഏറ്റവും മനസ്സിന് സംതൃപ്തി നൽകിയ ഒരു കമന്റ് എന്തായിരുന്നു? ശരി, എനിക്ക് കോള് വന്നതാണ്. ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നൊരു കോൾ. ദിലീപ് സാറ് വിളിച്ചു കഴിഞ്ഞ ദിവസം. ഭയങ്കര സന്തോഷം, എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ചേച്ചി എന്ന് പറഞ്ഞു. ഇതിലേക്ക് ഈ ഒരു ക്യാരക്ടറിന് ഒരു അന്വേഷണത്തിൻ്റെ ഇടയ്ക്ക് യാദൃച്ഛികമായി ഇതുപോലൊരു ഇന്റർവ്യൂവിന്റെ ലിങ്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയിട്ട് അങ്ങനെ കാണാൻ വിളിച്ച്. അല്ലാതെ പുള്ളി എൻ്റെ വർക്കുകളൊന്നും നേരത്തെ കണ്ടിട്ടില്ല. ശരിക്കും പോസ്റ്ററിൽ വരുമ്പോൾ നിങ്ങളുടെ ക്യാരക്ടറെ കുറിച്ചൊരു ഐഡിയ ഇല്ല, നിങ്ങൾ ആ സിനിമയിലുണ്ടെന്ന് പോലും അറിയില്ല. ആ സിനിമയ്ക്ക് ശേഷമാണ് നിങ്ങളിലേക്കും ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പം ഇത് ശരിക്കും ഒരു ബോധപൂർവമായ ശ്രമമാണോ? പോസ്റ്റേഴ്സിൽ കഥ പറഞ്ഞാൽ മതി. പ്രണവ് ചേട്ടന്റെ ഫിയറിന്റെ പല എസെൻസ് അല്ലെങ്കിൽ പല ഗ്രാഫ് നമുക്ക് കാണിച്ചു പോകാം. സോ ദാറ്റ് ആഫ്റ്റർ വൈൽ ഈ ക്യാമ്പയിൻ മൊത്തം എടുത്തു നോക്കുമ്പോഴത്തേക്കും പ്രണവ് ചേട്ടന്റെ ഒരു പ്രാന്താവുന്ന ഒരു ജേർണി അത് നമുക്ക് കാണിക്കാം എന്ന് പറയുന്ന ഒരു കോൾ ഉണ്ടായിരുന്നു. ദ ഫിലിം പ്രൈമർലി റിവോൾവ്സ് അറൗണ്ട് പ്രണവ് ചേട്ടൻ. ഇതിന്റെ സംവിധായകന്റെ മുൻ ചിത്രമാണ് അല്ല ഓൾറെഡി പ്രമേയുഗം എന്നുള്ളത്. അതിലെ നായകനൊപ്പമാണ് അടുത്ത സിനിമ ചെയ്യാൻ പോകുന്നത് കളങ്കാവൽ എന്നുള്ളത്. അതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു മമ്മൂക്കപ്പടമായിരിക്കും. അത് നമുക്ക് അതൊരു ഹൈ കൊടുക്കുന്നതൊന്നുമല്ല. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതിൻ്റെ അങ്ങനെയാണ് അതിനെ മേക്ക് ചെയ്തേക്കുന്നത്. നല്ല രസകരമായിട്ട് ചെയ്തിട്ടുള്ളൊരു പടമാണ്. ഒരു സിനിമ കണ്ടതിന് ശേഷം അതിലെ കഥയും കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, ദിവസങ്ങളോളം നമ്മളെ പിന്തുടരുന്നുണ്ടെങ്കിൽ ഒറ്റ കാരണമേ ഉള്ളൂ. ആ കഥാപാത്രങ്ങളായിട്ടുള്ള വേഷപ്പകർച്ചയിൽ ആ കലാകാരന്മാർ വിജയം കണ്ടു എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ ഈയിടെ മലയാളികളുടെ മനസ്സിലിടം നേറിയ ഒരു 3 പ്രിയപ്പെട്ട അതുല്യ കലാകാരനാണ് നമുക്കൊപ്പം ചേരുന്നത്. ജിബിൻ ഗോപിനാഥ്, ജയക്കൂർ, അരുൺ അജിത് കുമാർ. നമസ്കാരം. പലപ്പോഴും സിനിമ കാണുന്ന സമയത്ത് ഒരുപക്ഷെ ആ കഥാപാത്രം പോകുന്നൊരു പ്രതിസന്ധി അല്ലെങ്കിൽ മാനസികാവസ്ഥ, അതേ അവസ്ഥ തന്നെ കാണുന്ന പ്രേക്ഷകന്റെ തലച്ചോറിലൂടെയും കടത്തിവിടാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആ കഥാപാത്രം ഉൾക്കൊള്ളുന്നതിൽ നിങ്ങൾ വിജയം കണ്ടു എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ വിജയിച്ചവരാണ് നിങ്ങൾ. സോ അതിന്റെ അഭിനന്ദനങ്ങൾ ആദ്യം അറിയിച്ചോട്ടെ. അസാധ്യ പ്രകടനം എന്നുള്ളത് പറയാതെ വയ്യ. ആൻഡ് ജിം ചേട്ടൻ, മുൻപ് ഞാൻ കേട്ടിട്ടുണ്ട് എത്ര സിനിമകൾ അഭിനയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ എണ്ണം എഴുതി വെച്ചിട്ടുണ്ട് 47 എണ്ണം എന്നുള്ളത്. അതിൽ 40 എണ്ണത്തിലും തല കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു സിനിമ തുടങ്ങി വെക്കുന്നത് തന്നെ ജിംചേട്ടന്റെ മുഖത്തോടെയാണ്. അതിലുടനീളം ജിംചേട്ടൻ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ പിൽക്കാലത്ത് ഏറ്റവും ജീവിതത്തിൽ സന്തോഷിച്ച സമയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതി വെക്കാൻ പോകുന്ന ദിവസങ്ങളിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും സന്തോഷമുണ്ടായ ദിവസങ്ങളിൽ ഒന്നാണിത്. ഈ സിനിമ റിലീസായ ദിവസം തന്നെയാണത്. കാര്യം സിനിമ എന്നുള്ള ഈ പറഞ്ഞില്ലേ, എല്ലാവരും ആഗ്രഹത്തിൻ്റെ പുറത്ത് തന്നെയാണ് സിനിമയിൽ എത്തുക അല്ലെങ്കിൽ സിനിമ ചെയ്യുക എന്നുള്ളത്. സോ എനിക്ക് ആദ്യമായിട്ട് എന്ന് ഒരു സിനിമ ക്യാമറയുടെ മുമ്പിൽ മുഖം നിൽക്കാൻ പറ്റിയിട്ടുണ്ടോ, അപ്പോൾ അതേ സന്തോഷം അതേ അളവിൽ ഇപ്പോൾ ഈ സിനിമ വരുമ്പോഴും എനിക്കുണ്ട്. രണ്ടും അന്ന് തുടങ്ങിയ ആ സന്തോഷം തന്നെയാണ് ഇപ്പോഴും നിലനിന്ന് പോകുന്നത്. ഈ പലപ്പോഴും നല്ല രീതിയിലേക്ക് നമ്മൾ സിനിമ ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും, ഈ സിനിമ മറ്റുള്ളവർക്ക് എത്തുന്നു, നമ്മളെ കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ളത്. പക്ഷെ നിരാശയാണ് കൂടുതലും സംഭവിച്ചിട്ടുള്ളത്. അതാ വെട്ടിപ്പോയി എണ്ണങ്ങളുടെ എണ്ണം എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് തന്നെയാണ്. അപ്പം ഈ മനസ്സിലുണ്ടായിരുന്നു ഇപ്പോൾ എത്രത്തോളം സിനിമകളിൽ പ്രതീക്ഷയോടെ വന്നിരുന്നിട്ട് കാണാതെ പോയ സന്ദർഭമൊക്കെ ഉണ്ടായിട്ടുണ്ട് ശരിക്കും തിയേറ്ററിൽ? ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെനിക്ക് ആ തുടക്കത്തിലൊക്കെ ഉള്ളൊരു വിഷമേ ഉള്ളൂ. പിന്നെ സിനിമ ഇങ്ങനെയാണ് എന്ന് മനസ്സിലായപ്പോൾ പിന്നെ ആ ഒരു വിഷമം ഇല്ലാണ്ടായി. ആ വിഷമം കൂടുതലുണ്ടാകുന്നത് ഞാൻ ഇപ്പോൾ ഒരു സീനിലുണ്ട് അല്ലെങ്കിൽ 2 സീനിലുണ്ടാകുന്ന പറഞ്ഞിട്ട് അത് ഞാൻ അവിടെ സംസാരിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, എന്നെ സ്ക്രീനിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ടെന്ന് കൂടെ ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് എൻ്റെ വീട്ടുകാരെ കൊണ്ടുപോവുക, കൂട്ടുകാരെ കൊണ്ടുപോവുക. അപ്പോൾ ഇവരെയൊക്കെ വിളിച്ചിട്ട് ഇപ്പോൾ വരും എന്ന് പറയുമ്പോൾ ആ സാധനം ഇല്ല, ഈ സ്കിപ്പടിച്ച് പോകുന്നതല്ലേ ഒരു ജമ്പാണ്. അടുത്ത സീനിലേക്ക് പോകുമ്പോൾ ഇവിടെ ഞാൻ ഉണ്ടായിരുന്നാണല്ലോ എന്നൊരു തോന്നൽ വരും. സോ അത് ആദ്യമൊക്കെ കാണാൻ പിന്നെ ഞാൻ ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്ന് നിർത്തി. കാര്യം ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് തിരിച്ചറിഞ്ഞൊരു സമയം തൊട്ട് ആ ഒരു ആൾക്കാരെ കൊണ്ടുപോയപ്പോൾ തന്നെ എൻ്റെ വിഷമം അങ്ങ് മാറി തുടങ്ങി. സിനിമ ഇതാണ്, ആവശ്യമില്ലെങ്കിൽ അത് പോകണം.
അതാണ് സിനിമയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. അവിടെ വെട്ടി എൻ്റെ സാന്നിധ്യത്തിനപ്പുറത്തേക്ക് ആത്യന്തികമായിട്ട് സിനിമയുടെ സൗന്ദര്യം ഞാൻ അവിടെ ഇല്ലാതിരിക്കുന്നതാണ് എന്ന് ഒരു സിനിമാക്കാരന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സിനിമയുടെ വിജയം അല്ലെങ്കിൽ നിർണ്ണയിക്കുന്ന ഒരു വെട്ടിലായിരിക്കും. അത് വേണ്ട. അത് ഞാൻ മനസ്സിലാക്കിയ തുടങ്ങിയ സമയം തൊട്ട് എനിക്കത് വിഷയമില്ല. ഞാനെന്നുള്ളൊരു സ്വാർത്ഥത മാറ്റി ആ വിഷമം മാറിയാണ്. ആൻമരിയ കൽപ്പിലാളിൽ സിദ്ദിഖ പറയുന്ന ഡയലോഗുണ്ട്, മക്കൾ എന്നാണെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം എന്നുള്ളത്. പക്ഷെ ഒരു മക്കൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ മോൻ പറഞ്ഞിട്ട് മോന് വേണ്ടിയിട്ട് ഇത്രയും ചെയ്യുന്ന ഒരു അമ്മയെ ആദ്യമായിട്ട് കാണുകയാണ്. സോ ഞെട്ടിച്ച് കളഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ എങ്ങനെയുണ്ടായിരുന്നു എൽസമ്മയിലേക്കുള്ള ഒരു പരകായ പ്രവേശം? എങ്ങനെയുണ്ടായിരുന്നു? എൽസമ്മയിലേക്ക് വലിയ ഈസി ആയിട്ട് കയറാൻ പറ്റിയെന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാവരുടെ ഹെൽപ്പും എൻ്റെ ഡയറക്ടറെ കോൺട്രിബ്യൂഷനും ഒക്കെ ആയപ്പോൾ എൽസമ്മയായി. ഈ മുൻപാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജയശേഷി ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മലയൻ കുഞ്ഞിലാണെന്നുണ്ടെങ്കിൽ പോലും ഇതേപോലെ തന്നെയാണ്. കാരണം അനിയൻ കുഞ്ഞിന് വേണ്ടിയിട്ട് എന്തിനും തയ്യാറാവുന്ന അല്ലെങ്കിൽ മകന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു അമ്മയും അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മകനായിട്ട് ഭയങ്കരമായിട്ട് ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ഈ സിനിമ ചെയ്യുമ്പോൾ തന്നെ പ്രായത്തിൽ കവിഞ്ഞ പക്വതയും പ്രായം തോന്നിപ്പിക്കുന്ന ഒരു സംഭവം. അപ്പോൾ മലയൻ കുഞ്ഞിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ആ സമയം ചെയ്യുമ്പോൾ ഒരു 60-കാരുടെ റോള് ചെയ്യുമ്പോൾ എവിടെയൊക്കെയോ തൻ്റെതായിട്ടുള്ള ഭാവങ്ങളും അല്ലെങ്കിൽ ആ ക്യാരക്ടർ സവിശേഷതകളും ഒരു 40-കാരിയിലോട്ട് ഇറങ്ങി വരാറുണ്ട്. ഇടയ്ക്ക് സൈസാർ പറയാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് 40-കാരി ആവുന്നുണ്ട് കേട്ടോ. ഇതിൽ ആ സ്വന്തം പ്രായം ഞാൻ എന്നുള്ള രീതിയിലേക്കും എവിടെയെങ്കിലും ക്യാരക്ടറിലൊന്നും ഒരു മാറ്റം വരാറുണ്ടോ? വന്നിരുന്നോ? എൽസമ്മയിൽ നിന്നൊരു ജയകുറിപ്പിലോട്ടുള്ള ഒരു മാറ്റം വന്നിരുന്നോ? ഇതിലെനിക്ക് അങ്ങനെ വന്നിട്ടില്ല എന്ന് തോന്നുന്നത്. കാരണം ഞാനത് ആക്ച്വലി ഫോട്ടോഷൂട്ട് നടന്ന ടൈമിൽ പോലും ഞാനത് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ കുറച്ച് ദിവസം മുന്നേ തൊട്ട് നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നല്ലോ മനസ്സിൽ. അപ്പം അത് എനിക്ക് ഇല്ല, എൻ്റെ സെയിം ഏജിലേക്ക് വന്നിട്ടില്ല. അത് തന്നെയാണ് ഒരു ലൊക്കേഷനിലുള്ളവരും പറയുമായിരുന്നു, ചേച്ചി ക്യാരക്ടറായിട്ട് മാറി പേടിയാവുന്ന കാണുമ്പോൾ എന്നൊക്കെ അന്നേരം തന്നെ പറയുക. പിന്നെ ഞാൻ കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തിരിച്ച് ചിന്തിക്കാറില്ല എന്നുള്ളതാണ് സത്യം. അതിൻ്റെ ഫസ്റ്റ് സിനിമ, പിന്നെ പേടി, പിന്നെ നിൽക്കുന്ന ആളുകൾ ഭഗതാണേലും ലെജൻഡ്, ബാക്കി സജി സാറ്, മകേഷ് സാറ്, ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന കുറച്ച് പേടിയുണ്ടല്ലോ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചില സമയങ്ങളിൽ നമ്മുടെ ഇതിലേക്ക് ചില ടെൻഷനൊക്കെ വരുമ്പോഴത്തേക്കും അങ്ങോട്ട് മാറി പോകാറുണ്ട്. അപ്പോൾ സാർ ഓർമ്മിപ്പിക്കും, പിന്നെ അങ്ങോട്ടേക്ക് പോകും. ഓക്കെ. ഈ മലയകുഞ്ഞിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്ന ഒരു സിനിമയാണ്, ആ താരമാണ് എന്നല്ല അപ്പുറത്തേക്കായിട്ട് തിരിതെളിയിക്കാൻ അവസരം തന്നുള്ളൂ. ഭയങ്കരമായിട്ട് ഓർത്തെടുത്ത് പറഞ്ഞ ഒരാളാണ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും DSRയിൽ വരുന്ന സമയത്ത് ഏറ്റവും ഓർക്കുന്നൊരു സമയം അത്തരത്തിൽ എന്തായിരിക്കും? അംഗീകരിക്കപ്പെടുന്ന അഭിമാനിക്കുന്ന ഒരു സമയം എന്തായിരിക്കും? അതെനിക്ക് രാഹുൽ തന്നൊരു സ്പേസ് തന്നെയാണ്. കാരണം രാഹുൽ എന്ന് പറയുന്ന അങ്ങനെ വിളിക്കുന്നത് തന്നെ ഒരു എനിക്ക് ആ ഫ്രീഡം തന്നത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അത് ആള് ചേച്ചി ഈ ക്യാരക്ടറിന് ഞാൻ ചേച്ചിനെയാണ്, വേറെ ആരെയും കണ്ടിരുന്നില്ല, ചേച്ചി ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ ഓക്കെ ആണെന്ന് പറയുന്ന ആ നിമിഷം മുതൽ നമുക്കൊരു ഫ്രീഡം അവിടെ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പം അത് കണ്ടിന്യൂ ചെയ്തു പോയി. അത് തന്നെയാണ് ഇതിൻ്റെ ഏക കാരണം. സ്വന്തം ഫോട്ടോ വരാൻ വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്തു തുടങ്ങിയ ഒരാൾ എന്ന് അതേ ആള് തന്നെ ഡിസൈൻ ചെയ്യുന്ന പോസ്റ്ററുകളിൽ മമ്മൂക്ക വരെ എത്തി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ ഇതുണ്ട്. ഏറ്റവും ഒടുവിൽ പോസ്റ്റ് ചെയ്യുന്ന അതേ സിനിമയിൽ തന്നെ ഏറ്റവും മികച്ചൊരു വേഷവും ചെയ്യുന്നു എന്നുള്ളത്. മൊത്തം ഇവിടുന്ന് അങ്ങോട്ടുള്ള ജേണി, ഒരു 5 years ജേണി ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട്. അത് മൊത്തം ഒരു പോസ്റ്റർ ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ പോസ്റ്ററിലെ അരുൺ അജിത് കുമാർ എഴുതുന്ന വരികൾ ഇപ്രകാരമായിരിക്കും. എന്തായിരിക്കും? അയ്യോ, അല്ല ടൈറ്റിൽ ഇടാനാണോ? ടൈറ്റിലായിട്ടോ അല്ലെങ്കിൽ ഇല്ല, എനിക്കിത് ഭയങ്കര ഒരു സർപ്രൈസിങ് ജേർണി ആയിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച പോലെയല്ല, ഞാൻ പ്ലാൻ ചെയ്ത പോലെയോ അല്ലെങ്കിൽ ഞാൻ പ്ലാനേ ചെയ്തിട്ടില്ല. ഇങ്ങനെ വഴിയെത്തി ഓരോന്നൊക്കെ പിടിച്ച് സോ അങ്ങനെ ഇപ്പൊ ഡിസൈൻ ചെയ്യുമെന്നോ അല്ലെങ്കിൽ ഡിസൈനിങ്ങിന്റെ ഭാഗമാവുന്നോ മമ്മൂക്കയുടെ കൂടെ ഒരു വർക്കിലൊക്കെ ഉണ്ടാവാൻ പറ്റുമെന്നോ നമ്മൾ വിചാരിച്ചിട്ടില്ല. ഈ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്റെ തല കാണാൻ വേണ്ടിയിട്ട് ഫോണിലൊക്കെ എഡിറ്റ് ചെയ്തൊക്കെ നോക്കുമായിരുന്നു. ഞാനിങ്ങനെ ഓണത്തിന് മുണ്ടൊക്കെ എടുത്ത് ഫോട്ടോ എടുത്തിട്ട് അതിങ്ങനെ വെച്ചിട്ട് ടൈറ്റിലൊക്കെ വെച്ച് നോക്കുമായിരുന്നു. പിന്നീട് ഇപ്പോഴും ഒരു പോസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ഓഫീസിൽ നമ്മൾ റഫ് വെച്ച് നോക്കുമ്പോൾ ഞാൻ തന്നെ അഭിനയിക്കുന്നത്. ഇപ്പം DSRയിലും പ്രണവ് ചേട്ടൻ ചെയ്തേക്കുന്ന എല്ലാ പോസ്റ്റേഴ്സിന്റെ പോസ്റ്റ് എന്റെ പോസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ നോക്കിയിട്ട് വർക്ക് ആവുന്നുണ്ടോ നോക്കിയിട്ടാണ്, വേറെ മോഡലിനെ കിട്ടാത്തതുകൊണ്ടാണ്. അപ്പം അതിൽ നിന്ന് ഈ പറയുന്ന പോലെ ഇപ്പോഴത്തെ ഒരു ജേർണി വരെ എത്തിയിരിക്കുന്നത് വളരെ സർപ്രൈസിങ്.
ഗ്രേറ്റ്ഫുൾ. ഒരുപാട് നല്ല മേക്കേഴ്സിന്റെ കൂടെ കറക്റ്റ് ടൈമിൽ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ള ഭാഗ്യം തന്നെ ഉണ്ട്. ആദ്യം തുടങ്ങുന്നത് അഭിനയ മുഖത്തിലാണ്, ഡ്രാമയിലൂടെ തുടങ്ങി. അതിനിടയ്ക്കാണ് ഇങ്ങോട്ട് ഈ കോവിഡ് കാലത്തെ ട്വിസ്റ്റ് ടേണിംഗ് പോയിന്റ് സംഭവം വരുന്നത് എന്നുള്ളത്. ആൻഡ് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പോൾ അഭിനയത്തിലോട്ടും വിളിക്കുന്നു എന്നുള്ളത്. ഇതെങ്ങനെ ഇത് കണക്ട് ചെയ്ത് നിൽക്കുന്നു എന്നുള്ള സംഭവം കുറെ കൂടി. അതാ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെറുപ്പത്തിലെ നാടകം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഞാൻ ജൂഡാൻ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു. അതാണ് ആദ്യം ഒരു ക്യാമറയുടെ മുന്നിൽ വരുന്നത്. പിന്നെ റോഷൻ സാറിന്റെ ഫിലിമിലാണ് അഭിനയിച്ചത്. പിന്നീട് എനിക്ക് 12th ഒന്നും കഴിഞ്ഞിട്ട് ഒരു പടം ഒന്നും കിട്ടുന്നുണ്ടായില്ല. അപ്പൊ അങ്ങനെയാണ് വിസ്കോമിന് പഠിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നടന്നില്ല, ബികോമിന് പോയി. അപ്പം എല്ലാം ഇങ്ങനെ ഓപ്പോസിറ്റ് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ലോക്ക്ഡൌൺ ടൈമിൽ വേറെ പരിപാടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു പേജ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ദീപക് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ അത് കയറി ബ്ലോ അപ്പ് ആയാണ് പിന്നീട് അത് എസ്തേറ്റിക് കുഞ്ഞമ്മയായി മാറി കുറച്ചുകൂടെ പടങ്ങളിലേക്കൊക്കെ എത്തേണ്ടി വരികയൊക്കെ ചെയ്യുന്നത്. പാരലലി ഞാൻ അന്വേഷിക്കുന്നുണ്ട് ചേട്ടാ, എനിക്ക് റോള് ഉണ്ടോ, ഓഡീഷനുകൾ പോയിട്ടുണ്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 9ാം ക്ലാസ് തൊട്ട് ഒരു സെക്കൻഡ് ഇയർ വരെ ഇഷ്ടം പോലെ ഓഡീഷന് പോയിട്ടുണ്ട്. ഞാൻ പോയി മാട്ടിത്ത് ഒറ്റ ഒരെണ്ണം എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ സജീവമായിട്ട് പോവായിരുന്നു. പിന്നെ ഈ അടുത്തൊക്കെ ആയിട്ടാണ് ഓരോരോ പരിപാടികൾ കിട്ടി വരുന്നത്. ഇപ്പൊ 3 പേര് ഒരുമിച്ചുണ്ട്. ആക്ച്വലി പടത്തിന്റെ വിജയത്തിന് ശേഷം 3 പേരെ ഒരുമിച്ച് കാണുന്ന ഒരു ഫസ്റ്റ് എക്സ്ക്ലൂസീവ് കൂടിയാണ്. ഇപ്പൊ 3 പേരെ ഇപ്പൊ പ്രത്യേകിച്ച് ഇതിന്റെ സംവിധായകൻ സമീപിക്കുന്ന സമയത്ത് സംവിധായകൻ മുൻ ചിത്രങ്ങൾ എടുത്ത് നോക്കുമ്പോഴാണെങ്കിലും ഭൂതകാലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ബ്രഹ്മികമാണെന്നുണ്ടെങ്കിലും ഈ സംവിധായകൻ വരുന്ന ചിത്രങ്ങളെ കുറിച്ച് ഐഡിയ ഉള്ള ഒരാളാണ്. അപ്പൊ ശരിക്കും നിങ്ങൾ സമീപിക്കുന്ന സമയത്ത് ആദ്യം മനസ്സിൽ വന്നൊരു കാര്യം എന്തായിരുന്നു ശരിക്കും? എങ്ങനെ ഡയറക്ടർ സമീപിക്കുന്ന സമയത്ത് ചിത്രമായിട്ട് വരുന്നു, ആ കഥ കേട്ടിട്ടില്ല, എന്താണ് എന്നുള്ളതൊന്നും പ്രമേയം ഒന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇങ്ങനൊരു ഈ സംവിധായകന്റെ സിനിമകൾ ഇങ്ങനെയാണെന്ന് അറിയാം. അപ്പൊ മനസ്സിൽ വന്ന ആദ്യൊരു കാര്യം എന്തായിരുന്നു? അല്ല, ഞാന് ഈ ബ്രഹ്മയുഗം കഴിഞ്ഞ സമയത്ത് തന്നെ ഇതിന് ഒരു AD ഇപ്പോൾ പുള്ളി ഈ പടത്തിലില്ല, പക്ഷെ അന്ന് കൂടെ ഉണ്ടായിരുന്ന ഒരാളിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇടാ ഇനിയുള്ള ഏതെങ്കിലും ഒരു പടത്തിൽ ഒരു സീനെങ്കിലും പുള്ളിയുടെ കൂടെ ചെയ്യാൻ പറ്റുമോ? അത് പാസിംഗ് ഷോട്ടാണെങ്കിലും ഞാൻ ഓക്കെയാണ്. അത് കാര്യം അങ്ങനെ നമ്മളെ ഭ്രമിപ്പിച്ചിട്ടുണ്ട് പുള്ളിയുടെ കഴിഞ്ഞ പടങ്ങളെല്ലാം. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ ഞാൻ ഈ പടത്തിലേക്കൊന്ന് വളരെ യാദൃച്ഛികമായിട്ട് ഈ ക്യാരക്ടറിലേക്ക് എത്തിപ്പെട്ടതാണ്. കാര്യം മുൻകാല ചിത്രങ്ങളൊക്കെ എല്ലാം വലിയ ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്തിരുന്ന പടങ്ങളൊക്കെ. ഇതിലേക്ക് ഈ ഒരു ക്യാരക്ടറിനെ ഒരു അന്വേഷണത്തിൻ്റെ ഇടയ്ക്ക് യാദൃച്ഛികമായി ഇതുപോലൊരു ഇൻ്റർവ്യൂവിൻ്റെ ലിങ്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അങ്ങനെ കാണാൻ വിളിച്ച്. അല്ലാതെ പുള്ളി എൻ്റെ വർക്കുകളൊന്നും നേരത്തെ കണ്ടിട്ടില്ല. ഒരു രീതിയിലുള്ള സിനിമയിലെ ഒരു സംഭവം അദ്ദേഹത്തിന് മനസ്സിലുമില്ലായിരുന്നു. എനിക്ക് ഇപ്പം അത് ഭാഗ്യമായിട്ട് തരുന്നുണ്ട്. അത് പഴയതൊന്നും കാണാതിരുന്നത്. പുള്ളി എന്നെ ഫ്രഷ് ആയിട്ടൊരു ഇന്റർവ്യൂവിൽ കണ്ടത് വളരെ നല്ല കാര്യമായിട്ടാണ് ഞാൻ ചിലതൊക്കെ നല്ലതിനാണ്. അത് ചില നല്ലതിനാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഒരു പുള്ളിയുടെ മനസ്സിൽ ഇങ്ങനെ രൂപമേ ഇല്ല. ഞാൻ ഫ്രഷ് ആയിട്ട് കിട്ടിയതായിരുന്നു. ഏകദേശം 23 വർഷത്തോളമായി ശരിക്കും നാടകത്തിൽ തന്നെ സജീവമായിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ കഥാപാത്ര സിനിമ തന്നെ നമുക്കൊരു സ്വപ്നമായിട്ടുണ്ട്. ഈ വേഷങ്ങളോട്ട് വരുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ നാടകത്തിൽ പിടിച്ചൊരു മീറ്റർ ഇതിലോട്ട് പിടിക്കരുത് എന്നുള്ള സംഭവം കൂടി. അപ്പം നമ്മളൊരു വേഷം കിട്ടുന്ന സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ആദ്യം എന്തായിരിക്കും? അപ്പോൾ ഇങ്ങനെ ഒരു ബാരിയർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുമോ എന്നുള്ളൊരു സംഭവം ഉണ്ടോ? ഒരു ആകുലത ഉണ്ടാവോ? അങ്ങനെ ഉണ്ടാവാറുണ്ടോ? അതെനിക്ക് എൻ്റെ മുഖത്തിൻ്റെ റിയാക്ഷൻസ് തന്നെയായിരിക്കും. കണ്ണുകൾ ഓവറായിട്ട് ചലിക്കരുത്, പേശികൾ ഓവറായിട്ട് ചലിക്കരുത്. കാരണം അത് മനസ്സിലിട്ടിട്ട് ഏതാണോ ചെയ്യേണ്ട സാധനം അത് മനസ്സിലിട്ടിട്ട് മുഖത്തത് റിയാക്ഷൻ കൊണ്ടുവരിക. അപ്പം അതിൽ ഓവറായി പോകരുത്. അത് ആദ്യമൊക്കെ കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. അതായിരിക്കും ആദ്യം ശ്രദ്ധിക്കുന്നത്. പിന്നെ ഡയലോഗ് മോഡുലേഷൻ. അപ്പോൾ അങ്ങനെ ഏറ്റവും സൗമ്യമായിട്ട് വന്നിട്ട് സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ആളിലേക്ക് എത്തിയ ആളുകൾ ഷെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതെ 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 ഇത് ഞാൻ കണ്ട ഒരു ഒത്തിരി ചിരിച്ചു. ഇത് ലൈവ് നമുക്ക് തന്നെ തോന്നിപ്പോയൊരു കോമഡി ആയിരുന്നു. അതെ, ഇന്നേക്ക് ശേഷം അത് ഫിലോമിനേഷൻ ചവിട്ട് പോലെ ചർച്ച ചെയ്തിരുന്നതായിരുന്നു. അപ്പോ എവിടുന്ന് വന്നു? വേറെ ഗ്രൂപ്പുകൾ കാര്യങ്ങളൊന്നും ഇല്ലാതെ അല്ലെ, ഓൺ പരിപാടിയാണ്. അപ്പൊ എങ്ങനെയാണ് പ്രിപ്പറേഷൻ ശരിക്കുന്നത്? അങ്ങനെ പ്രിപ്പറേഷനൊന്നും അറിയില്ല. ഇങ്ങനെയൊക്കെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. അത് ആ ടൈമിൽ ചേച്ചി ഇന്നതാണ് സംഗതി എന്ന് പറയുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മൾ അതിന് മുമ്പുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊന്നുമില്ല. ആ ടൈമിൽ നമുക്ക് തന്ന കുറച്ച് എന്താ പറയുക
കൊറിയോ ഉണ്ടായിരുന്നു. കൊറിയോ ചെയ്തത് കലൈറ്റിൻസൺ അദ്ദേഹം ഇതിലെ ഏറ്റവും മെസ്സേജ് ചെയ്തിൽ ഒരു ഹൊറർ മൂവിയിൽ വന്നിട്ട് അതിൽ പ്രേതത്തെ കണ്ട് പേടിക്കുന്ന ഒരു ക്യാരക്ടറിന്റെ പെർഫോമൻസ് കണ്ട് പേടിക്കുക. അതായത് അത്രയും ഞെട്ടിക്കുന്ന രീതിയിലേക്ക് അത് ചെയ്തു വെച്ചു എന്നുള്ളത് തന്നെയാണ്. അത് അസാധ്യം ചെയ്തിട്ടുണ്ട്. ആ കുറിയാണെങ്കിൽ ഭംഗിയായിട്ട് ഫിലോമിന ചേച്ചി വേസ് പറഞ്ഞപ്പോഴാണ് ഫിലോമിന എന്നൊരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ അത്രയും ഭംഗിയായിട്ടുള്ള ആർട്ടിസ്റ്റിനെ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരാൾ ഇപ്പുറത്തിരിക്കുന്നുണ്ട്. കാരണം ആ ലോഗോയിലൂടെ ആ ഫോട്ടോയിലൂടെ കുഞ്ഞുമ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഉണ്ടായിരുന്നതും ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയിട്ടുള്ളതും ഫിലോമിന എന്ന അത്രയും കിട്ടില്ല അല്ലെ ആർട്ടിസ്റ്റിനെ കണക്ട് ചെയ്തത് എങ്ങനെ ശരിക്കും ഞാൻ ആ സമയത്തായിരുന്നു ഇതുപോലത്തെ കുറെ വീഡിയോസ് ഗോഡ് ഫാദർ ഒക്കെ പിന്നെ റീവാച്ച് ചെയ്യും. വേറെ ഏതോ ഒരു പടത്തില് പുള്ളി ഒരു അമ്മായിയായിട്ട് വരില്ല, എന്നിട്ട് പാർവതിയുടെ അടുത്ത് നിന്ന് കുറച്ച് പൈസയൊക്കെ വാങ്ങിച്ചു അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്ന് ഞാൻ അതിന്റെ ക്ലിപ്പൊക്കെ കാണുന്നു. പൊളി പല ടൈപ്പ് സാധനം ചെയ്തു പൊളി. ഞാൻ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു പേജ് തുടങ്ങാന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഒരു അറഗന്റ് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഭയങ്കര ബാഡാസ് ഒരു സ്ത്രീയുടെ ഒരു ഇമേജറി വേണമെന്ന് വെച്ചിട്ട് എനിക്ക് ആദ്യം വന്നത് ഫിലോമിന മാം ആയിരുന്നു. അതൊക്കെ ഫോട്ടോ വെച്ചിട്ടാണ് ഞാനത് തുടങ്ങിയത്. അതാണ് പരിപാടി. ഇന്ന് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ സിനിമ എന്താണെന്നുള്ള ചർച്ചയേക്കാളും അതിൻ്റെ പോസ്റ്ററുകൾ അത്രത്തോളം സ്വീകാര്യത കിട്ടിയിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ശരിക്കും പോസ്റ്ററിൽ വരുമ്പോൾ നിങ്ങളുടെ ക്യാരക്ടറെ കുറിച്ചൊരു ഐഡിയ ഇല്ല, നിങ്ങൾ ആ സിനിമയിലുണ്ടെന്ന് പോലും അറിയില്ല. ആ സിനിമയ്ക്ക് ശേഷമാണ് നിങ്ങളിലേക്കും ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഒരു ബോധപൂർവമായ ശ്രമമാണോ? ഇത്ര ആർട്ടിസ്റ്റുകൾ അതിൽ ഉൾപ്പെടുത്താതെ ഒരു ഏകീകൃതമായിട്ട് അതിനെ പോകണം, ഇങ്ങനെയാണ് അത് പ്രേക്ഷകനെ കാണേണ്ടത് എന്നുള്ളൊരു മുൻവിധി ഉണ്ടായിരുന്നു അതിന്? ഉറപ്പായിട്ടും പ്രൊഡക്ഷനാണെങ്കിലും ഡാൻസറിനാണെങ്കിലും ഒരു തോട്ട് ഉണ്ടായിരുന്നു നമുക്കിത് ഒറ്റൊരു ക്യാരക്ടറിനെ വെച്ച് മാർക്കറ്റ് ചെയ്യും. പോസ്റ്റേഴ്സിൽ കഥ പറഞ്ഞാൽ മതി. പ്രണവ് ചേട്ടന്റെ ഫിയറിന്റെ പല എസെൻസ് അല്ലെങ്കിൽ പല ഗ്രാഫ് നമുക്ക് കാണിച്ചു പോകാം. സോ ദാറ്റ് ആഫ്റ്റർ വൈൽ ഈ ക്യാമ്പയിൻ മൊത്തം എടുത്തു പോകുമ്പോഴത്തേക്കും പ്രണവ് ചേട്ടന്റെ ഒരു പ്രാന്താവുന്ന ഒരു ജേർണി അത് നമുക്ക് കാണിക്കാം എന്ന് പറയുന്ന ഒരു കോൾ ഉണ്ടായിരുന്നു. പിന്നീട് അതിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, വിഷ്വലി എങ്ങനെ ബ്രാൻഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ കുറച്ച് മൂഡ് ബോർഡ് ഉണ്ടാക്കലും ചർച്ചകളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളപ്പോ ലോക്ക് ചെയ്തു. ഓക്കെ, ഒറ്റ ക്യാരക്ടർ മതി അത് വെച്ചിട്ട്. പിന്നെ ഐ തിങ്ക് ദ ഫിലിം പ്രൈമർലി റിവോൾവ്സ് അറൌണ്ട് പ്രണവ് ചേട്ടൻ. പുള്ളിയാണ് ഇതിന്റെ ഒരു സ്റ്റോറി കൊണ്ടുവന്നത്. പുള്ളിക്ക് തലയിൽ സംഭവിക്കുന്ന കുറെ പ്രശ്നങ്ങൾ, പുള്ളിയുടെ ഫിയറാണ് ഈ പടം ചർച്ച ചെയ്യുന്നത്. സോ എന്തുകൊണ്ടും പ്രണവ് ചേട്ടന് മാത്രം മതി. നമ്മളിപ്പം ലുലുവില് 4 ഹോർഡിങ് എടുത്തായിരുന്നു. അത് ആദ്യമായിട്ട് ഒരു മലയാള സിനിമയ്ക്ക് 4 കണ്ടിന്യൂസ് എടുക്കുന്നത്. അപ്പൊ അതിലാണെങ്കിലും പ്രണവ് ചേട്ടന്റെ 4 സ്റ്റേജസ് ഓഫ് ഫിയറാണ് കാണിക്കുന്നത്. അപ്പൊ അതൊരു കളക്റ്റീവ് തോട്ടായിരുന്നു. നമ്മുടെ ടീമിനും ഉണ്ടായി, രാം സാറിനും രാഹുലേട്ടനും ഇൻപുട്ട് ഉണ്ടായി. ഈ ശരിക്കും ആ പോസ്റ്ററിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ പ്രമേയത്തിലാണെന്നുണ്ടെങ്കിൽ ശരിക്കും രജേഷ് പിടിച്ചുള്ള ഷൂട്ട് ആക്ച്വലി പിടിച്ചത് അരുണിന്റെ തന്നെ സ്റ്റിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശരിക്കും DSRയിൽ വരുന്ന സമയത്ത് അരുണിന്റെ കോൺട്രിബ്യൂഷൻ ഡിസൈനർ ആയിട്ടുള്ള അല്ല മോഡൽ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ചെലക്കിട്ട കാലാണോ? ചെലക്കിട്ട കാലല്ലോ, അതാണോ? കുറച്ചുണ്ട് പുറത്ത് പറയുന്നത് ആണോ തെറ്റാണെന്ന് തോന്നുന്നത് ഉണ്ട്. ചില സമയത്ത് ഇപ്പം ഇത്രേ ഉള്ളൂ, ചില സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഓഫീസിൽ വന്നിട്ട് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അത് പെർഫെക്റ്റ് ആവുന്നില്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ഓഫീസിലുള്ളവരൊക്കെ തന്നെ നിന്ന് പോസ്റ്റൊക്കെ ചെയ്ത് നോക്കും. ഇപ്പം പ്രണവ് ചേട്ടന്റെ തലയിലിരിക്കുന്ന ഒരു കൈ, അത് നമ്മൾ പിന്നീട് ഞാൻ എന്റെ കൈ വെച്ചപ്പോ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് തോന്നി. മറ്റേതിനേക്കാൾ നല്ലത് എന്റെ കൈയാണ്. പിന്നെ അത് പ്രമേയത്തിന് ചെയ്തെന്ന് വെച്ചാൽ അന്ന് അർജുൻ ചേട്ടനെ ഫ്രീ ആയിട്ട് കിട്ടിയില്ല. അതൊന്നും ആരെങ്കിലും വേണമായിരുന്നു, പെട്ടെന്ന് ഇറക്കണമായിരുന്നു. അപ്പൊ ഞാൻ തന്നെ ഒരു കൊട പിടിച്ച് നിന്ന് ഫോട്ടോ എടുത്ത് ചെയ്തു വെച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞതില് 3 പേരുള്ളവരെ വരുമ്പോ ഇപ്പൊ ഡയറക്ടർ സമീപിക്കുന്ന സമയത്ത് 2 പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല, അഭിനയിക്കാൻ വിളിക്കുന്നതാണുള്ളത്. പക്ഷെ അരുണിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ട്, ഇത് അഭിനയിക്കാൻ വിളിക്കുന്നതാണ് പോസ്റ്റർ ഡിസൈൻ. സ്വഭാവമായിട്ട് ആദ്യം മനസ്സിൽ വരിക പോസ്റ്റർ തന്നെയായിരിക്കും എന്നുള്ളത്. ഇപ്പൊ ഇതെങ്ങനെ പ്രസന്റ് ചെയ്ത രീതി ആദ്യം സമീപിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇല്ല, ഇപ്പം പ്രമേയം കഴിഞ്ഞപ്പോൾ തന്നെ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ കുറച്ചാൾ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രണവിനെ വെച്ചിട്ട് ഒരു പടം ഞാൻ ചെയ്യുന്നുണ്ട്, അത് തുടങ്ങിക്കോ, പണി തുടങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഓക്കെ. ഞാൻ എപ്പോഴും എനിക്ക് ചേട്ടന്റെ വിഷനും ഫിലിമിങ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭൂതകാലം തൊട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പറയണം, ഞാൻ ഉണ്ട്. ഭൂതകാലത്തിന്റെ സമയത്ത് പുള്ളി പറയാടാ ഒരു വീട് 2 പേരും ഉള്ളൂ, നിനക്ക് ഏത് റോള് ഞാൻ തരൂടാ. ഓക്കെ, പ്രമേയത്തിന്റെ സമയത്ത് ഇപ്പോഴും ഞാൻ ചോദിച്ചപ്പോ ഒരു വീട് 3 പേരുള്ള ഇതിപ്പോ 4 കിട്ടി ഭാഗ്യത്തിന്. ഇത് പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞ ഒരു വീട് ഒരാളേ ഉള്ളൂ എന്ന് പറയാം. അപ്പൊ ഞാൻ ശരിക്കും ആദ്യം ഡിസൈനിന്റെ പരിപാടി തുടങ്ങാൻ പറഞ്ഞു. നമുക്ക് എന്താണ് ഈ DSRI എന്ന് പറഞ്ഞ സാധനം പഠിച്ചിട്ട് വരാൻ പറഞ്ഞു, എന്താണ് അതിന്റെ ടൈറ്റിൽ എന്നൊക്കെ. നമ്മള് റിസർച്ച് ഒക്കെ കഴിഞ്ഞപ്പോ ഞാൻ ഐ നോട്ട് തോട്ട് അബൌട്ട് ദിസ്, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ചെയ്തു പരിപാടി കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞ് പറഞ്ഞു അതിനോട് ഒരു പരിപാടി ഉണ്ട്, ഞാൻ പറയാം, ഞാൻ നിന്നെ മനസ്സിൽ വെച്ചോണ്ട് എഴുതിയേക്കുന്ന ഒരു സാധനം, നീയാണത്, ഞാൻ പറയാൻ അത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്ത കാര്യമായിരുന്നു. ഇപ്പൊ
നമ്മളിപ്പോ കാമിൽ ഓക്കെ ഇല്ലേ എന്ന് പറയാം, നമ്മളിപ്പോ അങ്ങനെ അല്ലാതിരിക്കുന്ന അവസ്ഥയാണെങ്കിലും ചിലപ്പോൾ ഓക്കെ ഈ ചോദ്യം മതി നമ്മുടെ ഇതെല്ലാം മൊത്തത്തില് നമ്മളെ അല്ലെ അബ്നോർമലാക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഭയങ്കര അത് ചെയ്തു വെക്കാനുള്ള സംഭവമുണ്ട്. അതിന്റെ ഒരു കൈ നിട്ടതാണോ? ചേട്ടാ ഇപ്പൊ ആസ് എ ക്യാരക്ടർ ഇപ്പൊ ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ഫസ്റ്റ് ഓർമ്മ വന്ന് ഞാനൊരു റിയൽ ഇൻസിഡന്റ് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ചെറുപ്പത്തിൽ പോയി ഒരു മരണ വീട്ടിൽ കണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ അവരോട് പറഞ്ഞു. ചേട്ടാ ഇതുപോലെ ഞാൻ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ട്, അവന് ഇതുപോലെ ഫുട്ബോൾ തട്ടിക്കൊണ്ട് എന്റെ അടുത്ത് സംസാരിച്ചത് സെയിം അതേപോലെ. അപ്പം പടത്തിൽ ആ സീൻ പക്ഷേ ഇച്ചിരി ഡിഫറെന്റ്ലി ആയിരുന്നു ചേട്ടൻ തന്നിരുന്നത്. ഞാൻ ഇരുന്ന് സംസാരിക്കുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനെ ഒരു സാധനം കണ്ടു. അപ്പൊ പുള്ളി ട്രിപ്പായിട്ട് വളരെ കാഷ്വൽ ആയിട്ട് എന്നോട് സംസാരിക്കും, വളരെ ഇതാണ് ഇതാ പട്ടിയാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനത് കേട്ട് എനിക്ക് ആ പ്രായത്തിൽ അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല, ഞാൻ എന്തോലായി. പിന്നീട് അത് ഞാൻ അവരോട് പറഞ്ഞപ്പോഴാണ് അതാണ് നല്ല രസമുണ്ട്, നിന്റെ ക്യാരക്ടർ ആക്ച്വലി അങ്ങനെയാണ്, ഒരു നോർമൽ മനുഷ്യനാണ്, പ്രത്യേകിച്ച് ഒന്നും പ്രശ്നമൊന്നുമില്ല, നിനക്ക് തന്നെ അത് ഉറപ്പുണ്ട് നിനക്ക് പ്രശ്നമൊന്നുമില്ല, അപ്പൊ നീ അങ്ങനെ സംസാരിച്ചോ, നീ അത് പിടിച്ചോ, നമുക്ക് വേണമെങ്കിൽ ഞാൻ ഫുട്ബോൾ തരാം, നീ ഇഷ്ടമുള്ള ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഫുട്ബോൾ കൊണ്ട് തന്നു. അപ്പൊ അങ്ങനെയാണ് ആ ഒരു സീനിനെ ഇച്ചിരി ട്വീക്ക് ചെയ്തത്. സോ എന്തുകൊണ്ട് അങ്ങനത്തെ കുറച്ച് റിയൽ സാധനങ്ങൾ എനിക്ക് ഒരു ഇൻസ്പിറേഷൻ ആയി. ഭയങ്കരമായിട്ട് അതിന്റെ റെഫറൻസ് ഭയങ്കരമായിട്ട് റിയൽ ലൈഫിൽ തന്നെ കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. യെസ്. ആൻഡ് ജിബി ചേട്ടൻ ഏകദേശം ഇപ്പൊ ഒരു എനിക്ക് തോന്നുന്നു 2007 മുതൽ 2023 വരെ അല്ലേ ജോലിയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം കൂടിയാണ്. അത് പോലീസ് ട്രാക്കിൽ ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ അതിന് മുമ്പ് സിനിമകളിലോട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. തിരികെ ഒരു ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും സിനിമയ്ക്ക് വേണ്ടി മാറുന്നു എന്നുള്ളത്. നമ്മൾ എപ്പോഴും ഈ ആഗ്രഹം നിൽക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹത്തിന് വേണ്ടി ചെയ്യുന്നു ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ നിലനിൽപ്പ് ശരിക്കൊരു പ്രശ്നമാണോ? ചിന്തിക്കുമോ അങ്ങനെ? അല്ല, എനിക്കങ്ങനെ ഒരു ഞാൻ ചെറിയ പ്രായം മുതൽ ഓഡിഷന് പോയി തുടങ്ങി. വളരെ ചെറിയ പ്രായം, 8ാമത്തെ വയസ്സ് മുതൽ 8ാമത്തെ വയസ്സിൽ തുടങ്ങിയിട്ടുണ്ട് സിനിമ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിച്ച്. അങ്ങനെ കണക്ക് നോക്കുകയാണെങ്കിൽ 34 കൊല്ലമായി. ബാലതാരങ്ങൾ ആവശ്യമുണ്ടെന്ന് പത്രത്തിൽ വരുന്ന സമയം തൊട്ട് ഞാൻ ചെയ്ത് തുടങ്ങിയിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്ക് ജോലി എങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരാളല്ല. പക്ഷെ സാഹചര്യം ജോലി അത്യാവശ്യമാണെന്നുള്ളൊരു ഘട്ടത്തിലേക്ക് ജീവിതത്തെ എത്തിച്ചു എന്നുള്ളതാണ്. അപ്പം അതിനോടൊപ്പം തന്നെ ഓഡിഷൻ നടക്കുന്നു. പിന്നെ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് തന്നെ ഓഡിഷനോടൊപ്പം ട്യൂഷൻ എടുക്കുന്നു, കാര്യങ്ങളൊക്കെ പോകുന്നു. അപ്പം പഠിപ്പിച്ചും കുറച്ച് പഠിച്ചതിൻ്റെയൊക്കെ ഇതിൽ PSC അന്ന് വന്ന എഴുതിയ കുറേ ടെസ്റ്റുകൾ ഒരുമിച്ച് കിട്ടി. അപ്പം അന്ന് നല്ല ശമ്പളം ഉണ്ടായിരുന്ന പോലീസിലായിരുന്നു. അപ്പം അങ്ങനെ പോലീസിലേക്ക് വന്നതാണ്. അപ്പോൾ പോലീസിൽ ജോയിൻ ചെയ്തിട്ടും അഭിനയിക്കുക എന്നുള്ളതിൽ ഡിപ്പാർട്ട്മെന്റിൽ പെർമിഷനൊക്കെ വാങ്ങി ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വലിയ പരിപാടികൾ കിട്ടുന്നു. ഇങ്ങനെ ഒരു ഹ്യൂജ് ഒരു സക്സസിന്റെ ഭാഗമാകാൻ പറ്റി. നമ്മൾ സിനിമയാണ് ആഗ്രഹിക്കുന്നതെങ്കിലും നമുക്ക് സിനിമയിൽ വേഷം കിട്ടി, ചിലപ്പോൾ ഒരു വലിയ വേഷമായിരിക്കാം, മികച്ച കഥാപാത്രമായിരിക്കും. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നതാണെങ്കിൽ പോലും കിട്ടിക്കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊരു പേടി ഭയങ്കരമായിട്ട് ഉള്ളിൽ നമ്മൾ വരും, അല്ല ഒരു ഉത്കണ്ഠ ഭയങ്കരമായിട്ട് കയറി വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും വലിയ ക്രൂ അല്ലെങ്കിൽ ഇത്രയും സിനിമയുടെ ഭാഗമാണെന്ന് പറയുമ്പോൾ ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഏതെങ്കിലും ഒരു മൊമെന്റിൽ സ്റ്റക്ക് ആയിട്ടുണ്ടോ ഈ സിനിമയിലാണ്? ഒരിക്കലും ഇല്ല. എൻ്റെ ഈ സിനിമയിലെ ഈ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായത് ഡയറക്ടറിനാണ്, എനിക്കല്ല. അദ്ദേഹം എന്നെ വിശ്വസിക്കുന്നെങ്കിൽ പിന്നെ എനിക്ക് എന്നെ വിശ്വസിച്ചു. പിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ ടൂളായിട്ട് നിന്നാൽ മാത്രം പോരെ, അത്രേ ഉള്ളായിരുന്നു. ആ ഒരു കോൺഫിഡൻസ് തന്നെയായിരുന്നു. എവിടെ കൂടുതലായിട്ടുണ്ടായിരുന്നു? സംവിധായകന്റെ ടൂളായിട്ട് മാറിയ ഒരു ആക്ടർ ആയിട്ടാണോ, അതല്ലെങ്കിൽ അവനവനിലുള്ള കഴിവിൽ വിശ്വാസം അർപ്പിച്ച ഒരു ആക്ടർ? ഏറെ കുറെ കൂടി വർക്ക് ആയത് എവിടെയായിരുന്നു ശരിക്കും? സംവിധായകന്റെ ഒരു ടൂളായിട്ട് അദ്ദേഹം അത്രയും കോൺഫിഡൻസോടെ ഇത്രയും നല്ല ആക്ടേഴ്സ് ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് എന്നെ പിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് എന്നിലുള്ള കോൺഫിഡൻസ് അത്രയും മാത്രമായിരിക്കും. ആ കോൺഫിഡൻസ് എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു. അതാണ് ഞാൻ ഈ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ള സംഭവം. നമ്മൾ ഒപ്പം അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചെയ്യുന്ന വേഷത്തേക്ക് കുറേയും കൂടി അതിലോട്ട് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ആയിരിക്കുന്നതിന് അവസ്ഥയിൽ നിന്ന് ബ്രേക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ പ്രണവായിട്ട് 3 പേർക്കും സീൻസ് ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് 2 തലങ്ങളിലോട്ട് കുറേയും കൂടി കാണാൻ പറ്റുന്ന ജയശേഷിയായിട്ടുള്ള സീനിലാണ്. അപ്പം ഈ ക്യാരക്ടർ വന്നു, ഇതാണ്, അപ്പോൾ ഒന്ന് സംസാരിക്കേണ്ടതുണ്ട്, കുറച്ചൊരു ഐസ് ബ്രേക്കിങ്ങിൻ്റെ സമയം ആവശ്യമുണ്ട്. അപ്പം ശരിക്കും അങ്ങനത്തെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു സിനിമയ്ക്ക് മുമ്പ്? പ്രണവായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ? ഇല്ല. ഡയറക്റ്റ് മറ്റേ ടേക്ക് എടുക്കൽ പരിപാടിയാണ്, അത്രേ ഉള്ളൂ. ഉണ്ട്. ശരിക്കും അതൊരു ഗുണം ചെയ്യില്ലേ ഐസ് ബ്രേക്കിംഗ്? പുള്ളി പ്രത്യേകിച്ച് പറഞ്ഞായിരുന്നു, ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചോളാൻ പറഞ്ഞു. ഫുൾ സ്ക്രിപ്റ്റ് തന്നായിരുന്നു. ഒരു കാരണവശാലും ഒന്നിനു വേണ്ടി പ്രിപ്പയർ ചെയ്തെന്നു. ആകെ ചെയ്യേണ്ടത് എന്നോട് പറഞ്ഞത്, നിങ്ങൾ കുറച്ച് താടി കുറച്ച് നന്നായിട്ട് വളർത്തിയാൽ നല്ലതായിരിക്കും, എൻ്റെ ക്യാരക്ടറിന് അത് കുറച്ച് നല്ലതായിരിക്കും, വേറെ ഫേഷ്യൽ പോലും ചെയ്തല്ലോ മുഖത്ത്, എനിക്ക് റോ ആയിട്ട് എനിക്ക് കിട്ടണം. ഒരു വിധത്തിൽ ക്യാരക്ടർ വായിച്ചിട്ട് എനിക്ക് ഇന്നത് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു പ്രിപ്പറേഷൻ നടത്തരുത്, എനിക്ക് നിങ്ങളെ ഇതുപോലെ എനിക്ക് തന്നാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ആ കോൺഫിഡൻസ് കാണിച്ചതാണ് ആള്. യെസ്. സോ വിജയത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്, വിജയത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വിജയത്തിന്റെ ചിത്രത്തിന്റെ നായകൻ എവിടെ പോയി?
ട്രിപ്പിലാണ്. അത് നായകന് പോലും ചിലപ്പോൾ അറിയാൻ തോന്നുന്നില്ല എവിടെയാണെന്നല്ലേ. ഇതൊരു പൊതുവെ കേൾക്കുന്ന ഒരു വഴിയാണ്, സിനിമ ചെയ്യുന്നു അത് കഴിഞ്ഞ് നേരെ മലകയറാൻ പോകുന്നു എന്നുള്ള സംഭവം. ആക്ച്വലി സിനിമ കഴിഞ്ഞ വഴിക്ക് ആൾ പോയോ പ്രൊമോഷൻ? പുള്ളി ഇവിടെ പിറ്റേ ദിവസം വരെ ഉണ്ടായിരുന്നില്ല, 2 ദിവസം ഉണ്ടായിരുന്നു, പിന്നെ പോയി. പിന്നെ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ അവിടുത്തെ വീട്ടിലേക്ക്, എനിക്ക് എവിടെയൊക്കെയാണെന്ന് അറിയില്ല, എന്തായാലും ഇവിടുന്ന് പോകുന്ന കുറെ വീഡിയോസൊക്കെ ഞങ്ങൾ എയർപോർട്ടിലായിട്ട് കണ്ടായിരുന്നു. എപ്പോഴെങ്കിലും തോന്നിയിരുന്നു, ഐ മീൻ ഇത് കഴിഞ്ഞ് സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ? ഇല്ലില്ല, അത് പുള്ളിക്ക് ഫ്രീ ആവുന്ന ടൈം വല്ലപ്പോഴും മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാറുണ്ടെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഉള്ളൂ എന്നുള്ള സംഭവം. അല്ലാതെ ഇപ്പൊ ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇതിന്റെ സംവിധായകന്റെ മുൻ ചിത്രമാണ് അല്ല ഓൾറെഡി പ്രമേയുഗം എന്നുള്ളത്. അതിലെ നായകനൊപ്പമാണ് അടുത്ത സിനിമ ചെയ്യാൻ പോകുന്നത് കളങ്കാവൽ എന്നുള്ളത്. സോ എന്താണ് എക്സ്പെക്ടേഷൻ? 27 റിലീസാണ്. നല്ലൊരു ക്യാരക്ടറാണ്, ത്രൂ ഔട്ട് ഒരു നല്ല വേഷം ചെയ്തിട്ടുണ്ട്. അതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു മമ്മൂക്കപ്പടമായിരിക്കും. അത് നമുക്ക് അതൊരു ഹൈ കൊടുക്കുന്നതൊന്നുമല്ല, സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ട് അതിൻ്റെ, അങ്ങനെയാണ് അതിനെ മേക്ക് ചെയ്തേക്കുന്നത്. നല്ല രസകരമായിട്ട് ചെയ്തിട്ടുള്ളൊരു പടമാണ്. ഓക്കെ. ഈ പലപ്പോഴും ഈ വിജയ് തലജിത്ത് ഒക്കെ പറഞ്ഞ പോലെ പൊങ്കലിനും ദീപാവലിക്ക് ഒരു പടം എന്ന് പറഞ്ഞ പോലെ ഈ വർഷത്തിൽ 2 സിനിമയായിട്ട് ഞാൻ ഹാപ്പിയാണ്. കുറെ സിനിമകൾ ചെയ്യുന്നതിലാണ് അതിനേക്കാൾ ഉപരി വേഷങ്ങൾ മികച്ചതായിട്ട് എണ്ണം കുറവായിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം കുറെ കൂടെ. എനിക്ക് നല്ല സിനിമകളുടെ ഭാഗമാകുക എന്നുള്ളത്, അത് നല്ല സിനിമകൾ എത്ര എണ്ണം കൂടിപ്പോയാലും എനിക്ക് സങ്കടമൊന്നുമില്ല. പക്ഷെ ചെയ്യുന്ന സിനിമകൾ നല്ലതാവണമെന്ന് വല്ലാത്തൊരാഗ്രഹമുണ്ട്. എന്നിട്ട് അതെ ഇടയ്ക്കിടയ്ക്ക് അല്ലെ വാസത്തിലുള്ള അതിന്റെ പടങ്ങളിലെല്ലാം വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അല്ല, ഞാനിത് നേരത്തെ ചെയ്തു വെച്ചതൊക്കെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വന്നിറങ്ങുന്നതാണ്, അല്ലാതെ കൃത്യമായിട്ട് ഞാൻ ചാർട്ട് ചെയ്തിട്ടല്ല എൻ്റെ പടങ്ങളിൽ പോകുന്നത്. ചേച്ചി എപ്പോഴും നമ്മൾ മലയാളത്തിൽ എപ്പോഴും മികച്ച അമ്മവേഷങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ പലപ്പോഴും അത് ഭയങ്കരമായിട്ട് കാരണം തോന്നുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ചെയ്യുന്ന നല്ല രീതിയിലേക്കുള്ള അല്ലെങ്കിൽ ഒരേ പക്ഷം തന്നെ കുറച്ച് വില്ലനിസം വരുന്ന രീതിയിലേക്കും ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് അങ്ങനെ എല്ലാ പല താരങ്ങളും ഉണ്ട്. അപ്പോൾ ചേച്ചിക്ക് കിട്ടുന്ന ക്യാരക്ടറിലൊക്കെ ഒരേ ക്യാരക്ടറിൽ തന്നെ പല ഷെയ്ഡ്സ് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ളത് കിട്ടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എത്രത്തോളം അതിന് സന്തോഷം നൽകുന്നുണ്ട് ശരിക്കും? എനിക്ക് നന്നായി ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഉള്ളത് എന്നെ നാടകം ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അത് ആളുകൾ പറയുമ്പോഴല്ലേ നമ്മൾ അറിയുന്നത്. അല്ലാതെ ഞാനത് ശ്രമിക്കാറുണ്ട്, അങ്ങനെ ഒരേപോലെ ടൈപ്പായിട്ട് വരാതെ പല മീറ്റർ പിടിച്ച പല മാൻഡ്രസങ്ങളിട്ട് എന്നെ പറ്റുന്ന പോലെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ ആവുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്നത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ട്. ഈ ശരിക്കും അങ്ങനെ വരുന്ന സമയത്ത് ഇനിയൊരു ടൈപ്പ് കാസ്റ്റ് ആവരുന്നുള്ളൊരു ശ്രമമുണ്ട് ബോധപൂർവമായിട്ട്. അപ്പോൾ പക്ഷേ വേഷങ്ങൾ തുടരെ വരുന്നത് മികച്ച വേഷങ്ങൾ അതേ ടൈപ്പിൽ വരുന്നത് തന്നെയാണ്. അപ്പോൾ ഒഴിവാക്കുമോ? നമുക്ക് കൂടുതൽ സിനിമ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം ഇല്ല? സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഒഴിവാക്കൂല. പക്ഷേ ഇതുപോലെ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു അധികം സമയങ്ങൾ ഉണ്ടാവില്ലായിരിക്കും. കിട്ടുന്ന സമയം മാക്സിമം യൂസ് ചെയ്യുക, അതിൽ കണ്ടന്റുള്ള സ്ക്രിപ്റ്റുകൾ ചെയ്യുക. ആ പടത്തിൽ ഇപ്പോൾ കുറച്ചേ ഉള്ളൂ എന്നൊന്നുമല്ല, ആ പടത്തിലൊരു ഡെപ്ത് ഉണ്ടാവുക ചെയ്യുമ്പോൾ, ആ ക്യാരക്ടർ ഡെപ്ത് ഉണ്ടാവുക, അതാണ് ഞാൻ കൂടുതലും നോക്കാറുള്ളൂ. അരുടെ പലപ്പോഴും നമ്മൾ ഇന്ന് സിനിമയുടെ പോസ്റ്റർ ഭയങ്കര പ്രാധാന്യമുണ്ട്. നമ്മൾ പണ്ട് സിനിമയുടെ പോസ്റ്റർ കൂടുതൽ കാണുന്നത് ചുമരുകളിലായിരിക്കും, വഴിയോരങ്ങളിലായിരിക്കും. അവിടെയാണ് ഇതിൻ്റെ തുടക്കം വരുന്നത്. ഒരു സിനിമ ആദ്യം ആളുകളിലേക്ക് എത്തുന്നത് പോസ്റ്ററിൽ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയിട്ട് അല്ലെങ്കിൽ കണ്ട് ഇഷ്ടം തോന്നിയ പണ്ട് കാലം കണ്ടൊരു പോസ്റ്റർ, വാളിൽ ഒട്ടിച്ചു വെച്ചൊരു പോസ്റ്റർ ഓർമ്മയിലുണ്ട് എന്തെങ്കിലും? അങ്ങനെ ഏതെങ്കിലും ഇഷ്ടം തോന്നി അങ്ങനെ സംഭവം ഉണ്ടോ? കൊച്ചി രാജാവിന്റെ പോസ്റ്ററാണോ അത്ഭുത ദ്വീപിന്റെ പോസ്റ്ററാണോ? ഇത് രണ്ടും ഒന്നിച്ചാണോ കണ്ടിട്ടുണ്ട്? ഏതോ പടത്തിന്റെ കണ്ടിട്ട് എനിക്ക് അത്ഭുത ദ്വീപിന്റെ ആണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരാളെ പൊക്കി വെച്ച് എടുത്തു വെച്ചേക്കുന്ന പോലെ അങ്ങനെ ഒരു പോസ്റ്റർ ഉണ്ട്. അത് പൊളിയാണല്ലോ, ഈ സിനിമ കാണണം എന്നൊക്കെയാണ് ഇങ്ങനെ വീട്ടിൽ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ഒരു സാധനം എനിക്ക് ഓർമ്മ. ഈ കുറെ സിനിമകളുടെ നമ്മൾ കാണുന്ന ചിത്രങ്ങളുടെ ഒക്കെ പോസ്റ്റർ ഡിസൈൻ്റെ പുറകിലുണ്ട്, സ്ത്രീ കുഞ്ഞമ്മയുണ്ട്. പക്ഷെ നമുക്ക് പലപ്പോഴും തിരക്കുകൾ കൂടുന്നതിൻ്റെ ഒപ്പം ഭയങ്കരമായിട്ട് സിനിമകൾ നഷ്ടമാവുന്ന ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കാം. എല്ലാം കൂടി ആകട്ടില്ല, സമയബന്ധിതമായിട്ട് നമ്മൾ തീർക്കേണ്ടതുണ്ട് എന്നുള്ളത്. അപ്പോൾ വലിയ ചിത്രങ്ങൾ ഒഴിവാക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ നമ്മൾ ഒഴിവാക്കിയ ചിത്രങ്ങളൊക്കെ ഹിറ്റ് അടിച്ചിരിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഭാഗമാകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമമുണ്ടോ? ഉണ്ടാവാറുണ്ടോ? എടുക്കുണ്ടാവാറുണ്ട് ചേട്ടാ. നമുക്ക് പിന്നെ കുറെ ഷെഡ്യൂൾ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്കത് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കും ഡിലേ ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് എടുക്കാതിരിക്കാൻ ഉള്ള സാഹചര്യം ആയിരിക്കും വരിക. അപ്പൊ അത് പിന്നീട് ഇറങ്ങി വൻ ബ്ലോക്ക് ബസ്റ്റർ ഒക്കെ അടിക്കാറുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ തന്നെ അയ്യോ എന്ന് തോന്നും. പക്ഷെ സന്തോഷമേ ഉള്ളൂ, നമ്മൾ അവര് വിളിച്ചല്ലോ ആദ്യം, അപ്പൊ ഇനിയും വിളിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? യെസ്. ആൻഡ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പ്രമേയം വീണ്ടും ചർച്ച ചെയ്തൊരു സമയം കൂടിയാണ്.
ദി ബെസ്റ്റ് ആക്ടർ അല്ലെ അഗെയിൻ മമ്മൂക്ക കരസ്ഥമാക്കിയ സമയമാണ്. അപ്പോൾ ആ ചർച്ച ചെയ്യുമ്പോൾ മുഴുവൻ ആ പോസ്റ്റിലോട്ടാണ് വരുന്നത്. അപ്പോൾ ആ പോസ്റ്റ് കാണിക്കുക ശരിക്കും ഒരു ഐഡിയ ശരിക്കും വന്നത് എന്തിൽ നിന്നായിരുന്നു? ഡയറക്ടറിൻ്റെ ആയിരുന്നു അതല്ലെങ്കിൽ? ഡയറക്ടറിന് ഇപ്പം രാവിലെ നമുക്കൊരു കോൺസെപ്റ്റ് പടം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ഇങ്ങനെ നമുക്ക് കാണിക്കാം എന്നൊക്കെ പറയുന്ന പോലെ. നമ്മുടെ ടീമിന് കുറെ സജഷൻസ് ഉണ്ടായി, മൂഡ് ബോളുകൾ ഉണ്ടായി. അപ്പം നമ്മൾ കുറെ പോസ്റ്റേഴ്സ് ഒക്കെ ചെയ്ത് നോക്കി, പല ഷോട്ടൊക്കെ എടുത്ത് നോക്കിയായിരുന്നു. അപ്പം മമ്മൂക്കേനെ ഇങ്ങനെ ഇനീഷ്യലി കാണിക്കാം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ മമ്മൂക്ക എടുത്തും പിച്ച് ചെയ്തു, പ്രൊഡ്യൂസർ സാർ എല്ലാവരും ഹാപ്പി, അങ്ങനെയാണ് അതിലേക്ക് വന്നത്. ജയചേച്ചി, നമ്മളൊരു സിനിമയ്ക്ക് മുമ്പ് ആ സിനിമയിലെ എക്സൈറ്റ്മെന്റ് നമുക്ക് പലപ്പോഴും മറ്റുള്ളവരോട് പറയാൻ ഉണ്ടായിരിക്കും. ഞാൻ ഈ സിനിമയിലുണ്ട്, ഈ സിനിമയുടെ വേഷം ഇങ്ങനെ ഉണ്ടെന്നുള്ളത്. പക്ഷെ ചില സിനിമകളിൽ നമുക്കത് പറയാൻ അനുവാദം ഉണ്ടാവില്ല. ഇടയ സിറേനെ പറ്റിയിട്ട് ചർച്ച ചെയ്യുമ്പോഴും ജയചേച്ചിക്ക് മൗനമായിട്ടിരിക്കാനേ നിർവാഹം ഉണ്ടായിരുന്നുള്ളൂ. ഇത് പ്രയാസകരമായിരുന്നു ശരിക്കും. പറയണതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, പറയണമെന്നുണ്ട്, പറ്റില്ല, പ്രയാസകരമാണ്. പക്ഷെ പറയാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് വിചാരിക്കും. അറിയാതെ പോലെ ഒരു വാക്കിലും വന്നു പോയാൽ പിന്നെ വേണ്ട, എന്തിനാ. ഒരു നിർദ്ദേശമുണ്ട് എന്നുള്ള സംഭവം. നിർദ്ദേശമുണ്ട്, ഞാൻ കൺട്രോൾ ചെയ്യാറുണ്ട്. ഈ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയിട്ട്, ഉള്ളിൽ ഒതുക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളെ? ആക്ച്വലി സിനിമയുടെ റിലീസിന് ശേഷം ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ മാത്രമേ എന്നെ കുറിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോഴും എനിക്ക് പറയാൻ പറ്റില്ല, അവരെന്നോട് പറയണമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാലഘട്ടം എത്ര നാൾ ശരിക്കും ഉള്ളിൽ ഒതുക്കി നടന്നിട്ടുണ്ട് ഈ സിനിമയെ കുറിച്ച് പറയാതെ? ഇപ്പൊ വരെ ശരിക്കും ഏകദേശം അല്ലേ? ശരിക്കും എനിക്ക് നമുക്ക് നല്ല വേഷം കിട്ടുന്നു, അംഗീകരിക്കപ്പെടുന്നു, പക്ഷെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് എവിടേക്കോ നമ്മുടെ സന്തോഷത്തിന്റെ ചെറിയൊരു വിഷമമില്ല. എല്ലാവരുടെ മനസ്സിലുണ്ടല്ലോ, അത് തന്നെ സന്തോഷം, വിഷമമില്ല. ജോജേട്ടാ, ഈ 2025 പ്രയത്തെ പിടിക്കാൻ പോറ്റി തന്നെ വേണം എന്നുള്ളൊരു ഭയങ്കരമായിട്ടൊരു ക്യാപ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ? അപ്പോൾ മധുസൂദനൻ പോറ്റിക്ക് കടുമൺ പോറ്റിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടോ? ഡയറക്ടറോട് ഞാൻ ചോദിച്ചു. ഞാൻ ചോദിച്ചായിരുന്നു ഇങ്ങനെ അങ്ങനെയൊക്കെ ഒരു ബന്ധം കൊടുത്തൂടെ എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞ കാണേണ്ട രീതി കണ്ടാൽ ഞാൻ അങ്ങനെ വേണമെങ്കിൽ ഒരു ബന്ധം കൊടുക്കാം. ചുമ്മാ ഒന്നും പറഞ്ഞിട്ടില്ല, യാതൊരു വിധത്തിലൊരു കണക്ഷൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഉണ്ടായിരിക്കും കേട്ടോ, എനിക്ക് ആഗ്രഹം ഉണ്ടാവണമെന്നൊക്കെയാണ്. ഇതൊരു മൊത്തം മറ്റേ ലോകേഷ് കനാജ് പോലെ ഇതൊരു യൂണിവേഴ്സ് ആയിട്ട് മാറിയിട്ട് ക്യാരക്ടറുകളൊക്കെ പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് വരാൻ സാധ്യതയുണ്ടോ? എൽസമ്മയൊക്കെ വരുത്തിക്കാം അല്ലേ? എനിക്കാണ് ഒട്ടും വരാൻ പറ്റുന്നത്. മലയൻകുഞ്ഞ് കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിൽ കുറിച്ച് വെച്ചിട്ടുള്ള വരികൾ ഫാസിൽ സാർ പറഞ്ഞെന്ന് കേട്ടിട്ടുണ്ട്. ഏറ്റവും സ്വാഭാവികമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അമ്മ റോൾ ചെയ്തു വെച്ച വേഷം. അപ്പോൾ ഒരു സംവിധായകനായിട്ടും പ്രത്യേകിച്ച് മകൻ നായകനായിട്ട് പടത്തിൻ്റെയും ഇത്രയും ലെജൻഡായിട്ടുള്ളൊരു ഡയറക്ടർ പറയുമ്പോൾ കിട്ടുന്ന വലിയ പ്രശംസയാണ്. DSR കഴിഞ്ഞ സമയത്ത് ഏറ്റവും മനസ്സിന് സംതൃപ്തി നൽകിയ ഒരു കമന്റ് എന്തായിരുന്നു? ശരിക്കും കമന്റ് ഇല്ല, എനിക്ക് കോള് വന്നതാണ്. കമന്റ് കുറേ വന്നിട്ടുണ്ട്. ഇൻഡസ്ട്രിയിൽ ദിലീപ് സാറ് വിളിച്ചു കഴിഞ്ഞ ദിവസം. ഭയങ്കര സന്തോഷമായി, എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ചേച്ചി എന്ന് പറഞ്ഞു വിളിച്ചത്. പിന്നെ ജിത്തു അഷ്റഫ്, നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ഡയറക്ടർ, പിന്നെ കണ്ണൂർ സ്ക്വാഡിന്റെ ഡയറക്ടർ, DOP, ഓഫീസർ ഓൺ ഡ്യൂട്ടി DOP. പിന്നെ നിഖില അന്ന് പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത്. അങ്ങനെ അന്ന് കുറേ ഡയറക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. തമിഴ്മൂർത്തി, പിന്നെ ലിജോ മോള് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പേര് മെസ്സേജ് അയച്ചു. പക്ഷെ കോള് എനിക്ക് ഭയങ്കര സന്തോഷമായി. ദിലീപ് സാറിന്റെ ഏറ്റവും കൂടുതൽ ഇർഷാദ് പരേരി, നമ്മുടെ അയൽവാസിയുടെ ഡയറക്ടർ, അതൊക്കെ വിളിച്ച് നല്ല ഭയങ്കര ഇഷ്ടമായി, പടം ഇഷ്ടമായി, പെർഫോമൻസ് ഇഷ്ടമായി. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നാൽ ചേച്ചിക്കുള്ള സാധനം വരും എന്നുള്ള സംഭവം. അങ്ങനെ വന്നാൽ വരെ അതിനെ പെർഫോം ചെയ്യാൻ കൂടി പറ്റും എന്നുള്ളതുകൊണ്ടാണ് അവർ വിളിക്കുന്നത് അല്ലേ? അതുകൂടെ ഉണ്ട്, ഒരു ആർട്ടിസ്റ്റിന് ഇത് പറ്റും, ക്യാരി ചെയ്യാൻ പറ്റും എന്നുള്ള തോന്നലുള്ളതുകൊണ്ട് തന്നെ. ആ ബീച്ച് ഭയങ്കര ആക്കുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം അത് വീണ് കിടന്ന കാലിലോട്ട് നോക്കിയിട്ടുള്ള ബ്രോൻ്റെ ആ ഒരു ഭയങ്കര ഒരു ആക്ഷൻ സംഭവം. അപ്പം നമ്മൾ ഈ ആർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒപ്പം തന്നെ മേക്കപ്പ് ടീം ആണെങ്കിലും നമ്മളതിന് മാറ്റുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഈ ഫേസിൽ ഈ സംഭവം വരണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എത്ര ടേക്ക് പോയി ആ സീൻ, വീഴ്ച കഴിഞ്ഞുള്ള സീൻ? അത് വീഴ്ചയൊക്കെ 2 ദിവസമൊക്കെ എടുത്ത് ചെയ്തൊരു വലിയൊരു സെറ്റിംഗ് ആയിരുന്നു അത്. വീഴ്ച കഴിഞ്ഞിട്ട് ഞാൻ എഡിറ്റ് നോക്കിയിരിക്കുന്ന എനിക്ക് 1 പ്രാവശ്യം എന്ത് എടുത്തുള്ളൂ. അങ്ങനെ അത് അതുകൊണ്ടല്ല, അത് അങ്ങനെ എങ്ങനെയോ സംഭവിച്ചാണ്. മൊത്തത്തിൽ മൊത്തം ഈ സീൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു എക്സൈറ്റ്മെന്റ് പോകുന്നു. എക്സ്പ്ലെയിൻ ചെയ്യണ്ട.
അധികം പോയിട്ടില്ല. എന്നുള്ള രീതിക്ക് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ഏറ്റവും ഭംഗിയായിട്ട് അതിനെ ക്യാരക്ടറിന്റെ ഒരു പൂർണ്ണതയ്ക്ക് ഉപകാരം ചെയ്തിട്ടുള്ള സിഗരറ്റ് വലിയായിരുന്നു. പക്ഷെ അതും വലിക്കില്ലാന്ന് കേട്ടിരുന്നു. ഉള്ളതാണോ അത് വെച്ച് ഇല്ല, അത് കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. വലിക്കില്ല അല്ല. പക്ഷെ ഒരു ഫേക്ക് പരിപാടി ഇല്ല, അതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടില്ല, റിയൽ സാധനം. അതായത് വലിക്കില്ല എന്നത് അരുണിന്റെ അച്ഛന് മാത്രം അറിയാത്ത ലോകം മൊത്തം വലിക്കുന്നത് ഇല്ല എന്നുള്ള സംഭവം സത്യം കേട്ടോ, വലിക്കില്ല. നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ് നമ്മൾ പറയുന്നു. നിങ്ങൾക്ക് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ചെയ്ത കഥാപാത്രമാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്താ? സന്തോഷം. അതല്ല, ഒരു ഹൊറർ മൂവി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കഴിഞ്ഞിട്ട് നമ്മുടെ പ്രേക്ഷകൻ കണ്ടു കഴിഞ്ഞിട്ട് അത് നിൽക്കുകയാണ് ശരിക്കും. ആ ക്യാരക്ടർ റോളാണെങ്കിലും ആ ഒരു ഭീതി വല്ലാതെ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ശരിക്കും സിനിമ കണ്ടു കിട്ടുന്ന ഒരു ഫീൽ എന്തായിരിക്കും? നമ്മളാണ് അഭിനയിച്ചതിനുള്ള അപ്പുറത്തേക്ക് അല്ല, എനിക്ക് ഇപ്പം ഇതിനകത്തുള്ള ഓരോരുത്തരും നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചതിൻ്റെ ഒരു സൗഹൃദം ഉണ്ടെങ്കിൽ പോലും, അത്രയും അടുപ്പക്കാരാണെങ്കിൽ പോലും, സിനിമ കണ്ടപ്പോൾ അതിലാരും ഈ കൂട്ടുകാരാണെന്നോ അല്ലെങ്കിൽ അങ്ങനൊരു നമുക്ക് പരിചയമുള്ള ഒരാളാണ് ചെയ്യുന്നതെന്ന് ആരും അതിൽ കാണിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അമ്മാതിരി ക്യാരക്ടേഴ്സായിട്ട് മാത്രമേ ഫീൽ ചെയ്തുള്ളൂ. ഞാൻ അമ്മാതിരി ഈ മറ്റേ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ തന്നെ ഒരു നല്ലൊരു വേറൊരു സീനുണ്ട്. അപ്പം ആരും കുറച്ച് ഫിയർ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അത് കണ്ടപ്പോൾ എനിക്ക് പേടി തോന്നി. അപ്പം ഞാൻ തന്നെയാണ് അവിടെ അഭിനയിച്ചേക്കുന്നുള്ളത് വിട്ടു. ഞാൻ ആക്ച്വലി ഒരു സിനിമ കാണുന്ന ഒരാൾ മാത്രമായിരുന്നു. അപ്പം എനിക്ക് തന്നെ പേടി വന്നു. അപ്പം അയ്യോ എന്നുള്ള ഇതെന്ത് സംഭവിക്കണം എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പം അതെനിക്ക് തോന്നിയത് അത് ക്യാരക്ടർ നമുക്ക് നന്നായിട്ട് ഉൾക്കൊള്ളാൻ ഇതിൽ ഓരോരുത്തർക്കും പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവൻ്റെ ഒരു സീൻ വരുമ്പോഴത്തേക്കും അത് കാണുമ്പം ഇവനും ആ ഉണ്ടാവുന്ന ഒരു എക്സ്പ്രഷൻ എന്താണെന്ന് എനിക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. ഓരോരുത്തരുടേതും എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. എല്ലാവരും അങ്ങനെ ക്യാരക്ടർ എന്താണ് സംഭവിക്കാൻ പോണെന്ന് അറിയുമെങ്കിലും ആ ഒരു ഭീതി നിലനിർത്തുന്നുണ്ട്. നേരത്തെ പറഞ്ഞ സ്ക്രീനിൽ കാണുന്ന സമയത്ത് പണ്ട് ചെറുതാണെങ്കിലും വേഷത്തിൽ നമ്മളെ കാണിക്കുമെന്ന സന്തോഷത്തിൽ താണ്ഡവ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മരണസീനാണെങ്കിൽ വരെ എനിന്ന് കൈയടിച്ചു നിന്നിട്ടുണ്ട്. അപ്പൊ ഇന്നൊരു മുഴുനീള വേഷമായിട്ട് സംഭവം കാണുകയാണ്. അപ്പൊ കൈയടിക്കാൻ പറ്റില്ല, പേടിപ്പെടാണ്. അപ്പൊ ഈ ശരിക്കും തിയേറ്ററിൽ ഇരുന്ന് ഇതിനെ ഭയങ്കരമായിട്ട് ബാക്കിയുള്ളവരുടെ ആസ്വാദനത്തിന് പോലും ബാധിക്കുന്ന രീതിയിലേക്ക് ശബ്ദിക്കുന്നവരുണ്ട്, കൈയടിക്കുന്നവരുണ്ട്, തമാശിച്ച് മാറ്റുന്നവർ, പേടി മാറ്റുന്നവരുണ്ട്. ഇത് ശരിക്കും സിനിമയുടെ ആസ്വാദനത്തിനെ ബാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും, അതിലെന്താ സംശയം. അത് ഈ സിനിമ ഏറ്റവും ഡിമാൻഡ് ചെയ്ത സൈലൻസ് ആണ്. ആ സൈലൻസിൽ ഈ നമ്മുടെ സിനിമ തരുന്ന സൗണ്ട് അത് മാത്രമാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്. അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ തമാശ പറയുകയും മൊബൈലിൽ റീൽ കണ്ടുകൊണ്ടിരിക്കുകയും ആ ലൈറ്റ് നമ്മുടെ ഫ്രണ്ടിലും പുറകിലൊക്കെ ഇരിക്കുന്നവരുടെ മുഖത്ത് പോകുമ്പോൾ ആ ഒരു ഡിസ്ട്രാക്ഷൻ എന്തായാലും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക എന്നുള്ളത് ബേസിക് നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് പേടിയുണ്ട് എന്നുണ്ടെങ്കിൽ വരണ്ടാന്നേ. നമുക്കങ്ങനെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ബാക്കിയുള്ള ഇപ്പോൾ 2 പേർക്ക് പേടിയുണ്ട്, ബാക്കി 500 പേര് ഇരുന്ന് കാണുന്നിടത്ത് ഈ 2 പേരുടെ ബഹളം ബാക്കി 498 പേരെ ബാധിക്കുക എന്നുള്ളത് വളരെ മോശമാണ്. ഈ 2 പേര് കണ്ടില്ല എന്നുള്ള കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ചെയ്യരുത്. അത് അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പുതിയൊരു കുറേയേറെ ചിത്രങ്ങൾ വന്ന സിനിമയിലേക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അടുത്തൊരു ബെഞ്ച് മാർക്കായിട്ട് DSR ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതിൻ്റെ വിജയത്തിലാണ്, അതിൻ്റെ യാത്രകളിലാണ്. അപ്പോൾ ഇതുപോലെ കുറേയേറെ കഥാപാത്രങ്ങളുമായിട്ട് ഇനിയും മലയാള പ്രേക്ഷകർ ഞെട്ടിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.